നിർബന്ധമാണ്. അത് ഈ ക്ലീനിങ് കഴിഞ്ഞിട്ട് വേണം അത് നോക്കാൻ. അത് നോക്കിയിട്ട് നരമ്പ് ഏതെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ എല്ലൊന്നും ഇപ്പൊ നോക്കുന്നില്ല. പൊട്ടിച്ചിതറിയിട്ടുണ്ട്. രണ്ടോ ക്ലീനിങ്ങിന് തന്നെ 85 ഉറുപ്പിന്റെ അടുത്ത് ആവുന്ന പറഞ്ഞത്. അത്ര കൊടുത്തിട്ടുണ്ട്, കുവൈത്തിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിപ്പോ പെട്ടെന്ന് ക്ലിയർ ആവും. ഡൈവർ വിസൊക്കെ ആയിരുന്നു. കഴിഞ്ഞ് പടക്കം പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള പടക്കം പൊട്ടിച്ചതാണ്. രണ്ട് കയ്യിൽ രണ്ട് പടക്കം വെച്ചപ്പോ ഒന്നിന് തീ കൊടുത്തപ്പോ മറ്റേന് തീ പിടിച്ചതാണ്. അത് അറിഞ്ഞിട്ടില്ല, ശ്രദ്ധപ്പെടാണ്ട് അങ്ങനെ സംഭവിച്ചു. ഡോക്ടർമാര് സർജറി നിർബന്ധമാണ്. അത് ഈ ക്ലീനിങ് കഴിഞ്ഞിട്ട് വേണം അത് നോക്കാൻ. അത് നോക്കിയിട്ട് നരമ്പ് ഏതെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ എല്ലൊന്നും ഇപ്പൊ നോക്കുന്നില്ല. പൊട്ടിച്ചിതറിയിട്ടുണ്ട്. രണ്ടുപേരിൽ പൂർണ്ണമായിട്ട് പോയിട്ടുണ്ട്. ഒരു വിരലിന് മാത്രം ഒരു ചലനം മാത്രമേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. ഇനിയിപ്പോ ഇത് കഴിഞ്ഞാലേ അവര് അതിന്റെ നരമ്പ് ഏതൊക്കെ ചത്തിട്ടുണ്ട് നല്ല സർജറിക്ക് ഒരു എടുക്കുള്ളൂ. അത് വലിയൊരു തുകയാണ് പറയുന്നത്. ഒരു ക്ലീനിങ്ങിന് തന്നെ 85 ഉറുപ്പിന്റെ അടുത്ത് ആവുന്ന പറഞ്ഞത്. അവിടെ മൊത്തത്തിൽ ഈ ആരാധകർ, ഫുട്ബോൾ ആരാധകരൊക്കെയുള്ള സ്ഥലമാണ്. അതെ. ഇവിടെ നാട്ടറു ഗ്രൂപ്പിലും ചക്കുണ ഗ്രൂപ്പിലാണ് ഇതിന് പിരിവ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ഫണ്ട് മതിയാവില്ല. വലിയൊരു തുക വേണ്ടി വരും. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കുടുംബമാണ്. കുറച്ച് ബുദ്ധിമുട്ടുള്ള കുടുംബമാണ്. വേറെ ആർക്കെങ്കിലും അതിൽ പരിക്കേറ്റിട്ടുണ്ടോ? ഇല്ല മാത്രമേ ഉള്ളൂ. രണ്ട് സാധനം കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് പൊട്ടിക്കുന്ന സമയത്ത് ഒന്നേ തീ പിടിച്ച് ശ്രദ്ധപ്പെട്ടിട്ടില്ല. അതിലൊന്നും ബുദ്ധിമുട്ടുകളാണ്. ഇല്ല, ഇപ്പം അവന് ജയിലിൽ ഗൾഫിൽ പോകാനുള്ള തീരുമാനത്തിലാണ്. പക്ഷെ ഒന്നും ശരിയായിട്ടില്ല. ഡ്രൈവർ യാത്ര കൊടുത്തിട്ടുണ്ട്, കുവൈത്തിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിപ്പോ പെട്ടെന്ന് ക്ലിയർ ആവും. ഡൈവർ വിസൊക്കെ ആയിരുന്നു. അപ്പോ ഇനിയിപ്പോ ഇത് സംഭവിച്ചിട്ടുണ്ട്, എന്താണെന്നുള്ളത് അറിയില്ല. വളരെ ദാരുണമായ